അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല അവിടെ എന്താ സംഭവിച്ചത് എന്ന്. അത് പിന്നെ ഒരു കോൺട്രവേഴ്സിയായി. പേഴ്സണൽ ലൈഫിന് ആൾക്കാർ ചെകഞ്ഞെടുത്ത് പലരും പറയുന്നത് കേട്ടിട്ട് പല ഇൻസിഡൻറ്റുകളും തന്നെത്താനെ കൂട്ടിയോജിപ്പിച്ച് ഇത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആവുന്നത് എന്ന് വേണ്ട. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെ ആൾക്കാർ പല രീതിയിൽ ആക്കി നമ്മൾക്കെതിരെ പറയാൻ തുടങ്ങി. അത് ഓടുകൂടി ഞാൻ മനസ്സിലാക്കി ഇന്റർനെറ്റ് ഗൈസ് എന്നുള്ള വീഡിയോ നമ്മുടെ കാർത്തിക് സൂര്യയുടെ. കാരണം കാർത്തിക് സൂര്യനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ 1-2 ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് എന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നുള്ളൂ. അതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു കാർത്തിക് സൂര്യ. കാരണം കാർത്തിക് സൂര്യയുടെ ആ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ആ വൈബ് എനിക്ക് കിട്ടാണ്ടായി എന്ന് തോന്നിയതിന് ശേഷം ആളുടെ വീഡിയോ ഞാൻ കാണൽ നിർത്തി. എന്നാൽ പോലും ഒരു ചിരി ബമ്പർ ചിരിയിൽ ഞാൻ ആ വ്യക്തിയുടെ വീഡിയോസ് കാണാറുണ്ട്. നല്ലൊരു രസമാണ് കണ്ടിരിക്കാം. പിന്നെ ആളും നോർമലാണ്, ഒരു ജാടയുള്ള ഒരു വ്യക്തിയായിട്ടൊന്നും നമുക്ക് കാർത്തിക് സൂര്യയുടെ വീഡിയോസ് കണ്ടാൽ തോന്നാറില്ല. പക്ഷെ പണ്ടത്തെ ഒരു വൈബില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കാണൽ നിർത്തിയത്. എന്നാൽ പോലും കാർത്തിക് സൂര്യ ഫ്രണ്ട്സും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, പിന്നെ ആളുടെ വെഡ്ഡിങ് ബ്രേക്കായി. ആ ബ്രേക്ക് ആവുന്നതിലും ഈ ഫ്രണ്ട്സിൻ്റെ ചില കൈകളുണ്ട് എന്നതൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായി. അപ്പം അങ്ങനെ വന്ന ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തെങ്കിൽ പോലും ആളുടെ വീഡിയോസ് അങ്ങനെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യാറില്ല. എന്നാലും ചില വീഡിയോകൾ, ചില വിഷയങ്ങൾ, ഈ സാബുക്കാനൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണാറുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ തന്നെയായിരുന്നു നമ്മുടെ കാർത്തിക് സൂര്യ. അങ്ങനെ എനിക്ക് 1 മാസത്തോളമായിട്ട് കാർത്തിക് സൂര്യ തൻ്റെ ചാനലിൽ കൂടി ഇങ്ങനെ പുതിയ വീഡിയോസൊന്നും ഇടാണ്ടായി. എന്താ അറിയാലോ, ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി പിന്നെ വീഡിയോ ഇടാണ്ടാവുമ്പോൾ ഒരുപാട് പേരുടെ ചോദ്യം വരും. അല്ല, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കാർത്തിക് സൂര്യ എന്നത്. കാരണം ആ ഒരു നാച്ചുറലായിട്ട് എല്ലാവരോടും നല്ല ചിരിച്ച് ഒരു ജാടയില്ലാത്ത രീതിയിലുള്ള ഒരു ഇടപഴകലാണ് കാർത്തിക് സൂര്യയുടെ വീഡിയോ കൂടി നമ്മൾ കണ്ടേക്കണത്. നേരിട്ട് ആ വ്യക്തി എനിക്കറിയില്ല, പക്ഷെ വീഡിയോ കൂടിയൊക്കെ കണ്ടപ്പോഴും പിന്നെ ഈ വ്യക്തി ഫ്രണ്ട്സിനായിട്ടുള്ള വീഡിയോസ് കണ്ടിരുന്നപ്പോഴൊക്കെ വളരെ കൂൾ മച്ചാനായിരുന്നു. അപ്പോൾ ആ ഒരു വൈബ് കിട്ടിയിരുന്നു മുമ്പ്. പിന്നീട് അതൊക്കെ പയ്യെ നഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ അറിയാലോ, ഫാമിലിയിൽ പലർക്കും പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടാവും, വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആ വൈബ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയതിന് ശേഷം പിന്നെ ആളുടെ വ്യൂസും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളും ആ വീഡിയോസ് കാണൽ കുറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയൊക്കെ 2 ദിവസം മുമ്പ് കാർത്തിക് സൂര്യയുടെ യൂട്യൂബ് ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഹലോ ഗൈസ്, കുറച്ചായില്ലേ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയിട്ട്, സുഖമാണോ എല്ലാവർക്കും? എന്തായാലും കുറച്ചായില്ലേ, എന്നാൽ പിന്നെ ഒരു Q&A ആവാം എന്ന് കരുതി, ചോദ്യങ്ങൾ പോന്നോട്ടെ എന്നും പറഞ്ഞിട്ട് കാർത്തിക് സൂര്യ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായി. പോസ്റ്റിൻ്റെ അടിയിൽ 7.1 ലൈക്ക് എന്ന ഈ സമയം കൊണ്ട് തന്നെ പിന്നെ ഒരു 1K താഴെ എന്തോ കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻസും ഈ പറഞ്ഞ കമൻസ് നല്ല പോസിറ്റീവായുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾക്കുള്ള നല്ല രീതിയിലുള്ള മറുപടി ഈ പറഞ്ഞ കാർത്തിക് സൂര്യ കൊടുക്കണ്ടായി. അതിൻ്റെ വീടിൻ്റെ അപ്ഡേറ്റ് കൊടുക്കണ്ടായി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതേപോലെ തന്നെ പറയാതിരിക്കാൻ പാടില്ല, ആദ്യം തന്നെ കാർത്തിക് സൂര്യക്ക് ഏറ്റവും വലിയ ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കണം. കാരണം നാളെ ആ വ്യക്തിയുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം ഇന്ന് ചിലപ്പോൾ ഈ വീഡിയോ നാളെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം നാളെ കാണുന്നവർക്ക് എൻഗേജ്മെൻ്റ് ആണ്. അപ്പം എൻഗേജ്മെൻറ്റിന് ഒരു വലിയൊരു കൺഗ്രാറ്റ്സ്. ഇനി വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ട്സും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങളായി. കോമൺ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് കാർത്തിക് സൂര്യ ആ വീഡിയോ ചെയ്തേക്കുന്നത്. അതിൽ കോമൺ ആയിട്ട് ഈ ഫ്രണ്ട്സ് തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കാർത്തിക് സൂര്യ ഈ വിഷയത്തെക്കുറിച്ച്, കാരണം ഇതിനു മുമ്പ് കാർത്തിക് സൂര്യ ഈ ഫ്രണ്ട്സും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചൊന്നും ഒരു വീഡിയോയിലും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു Q&Aയിൽ ഈ ചോദ്യം വന്നതുകൊണ്ട് തന്നെ കാർത്തിക് സൂര്യ അതിനുള്ള മറുപടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആൻസർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിനു മുമ്പ് ആദ്യം തന്നെ പറയട്ടെ, കമൻറ്റിലാരും ചോദിക്കേണ്ട, അല്ലാതെ ഇൻബോക്സിലാരും ചോദിക്കേണ്ട. ഇത് ഉടുമുണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പാൻറ്റാണ് ഇട്ടേക്കണം. ഉടുമുണ്ട് ഞാൻ നിസ്കരിക്കാൻ നേരത്ത് ഇടുന്ന മുണ്ടാണ്. അപ്പോൾ ഫുള്ള് വൈറ്റും ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ വൈറ്റ് ആയപ്പോൾ കാണുന്നവന് കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടാവണം, തലവേദന എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബേക്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു മുണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ചോദ്യം വേണ്ട, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു കളിയാക്കൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കാർത്തിക് സൂര്യ ഈ പറഞ്ഞ ഫ്രണ്ട്സുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചല്ല, പകരം ഈ ഒരു വിഷയം എന്താണെന്ന് പറയേണ്ടത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ത്യയിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം തരാം സുഹൃത്തുക്കളെ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹസൻ രായൻ ചോദിച്ചിരിക്കുന്നത്, ഇന്ന് വരെ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, ഫ്രണ്ട്സും ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, എന്തേ വീഡിയോ ഇടാത്തത്, ആ പ്രോബ്ലം സോൾവ് ചെയ്യണം, എന്നിട്ട് എല്ലാവരും ഒന്നിക്കണം.
ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. ആ പാട്ടാണ് ഗൈസ് എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. ശരിയാണ്, ഞാനും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇപ്പോൾ ഫ്രീക്വൻറ്റ് ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ പഴയ പോലെ ഉള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറച്ച് ദിവസമായി. അപ്പോൾ ഇതിൽ ഒരു 90% ആൾക്കാരും എന്താ പ്രശ്നം, നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായത്, വാട്ട് ഹാപ്പൻഡ്, നിങ്ങൾ കാരണം പറയണം, ഞങ്ങൾ കാരണം കേൾക്കാൻ ഞങ്ങൾക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ഗൈസ്, ഞാൻ ഒരു സമയത്ത് ഞാൻ എൻ്റെ അറ്റ്മോസ്റ്റ് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ഇൻ്റർനെറ്റിൽ ഷെയർ ചെയ്യില്ലായിരുന്നു. ഐ മീൻ പേഴ്സണൽ കാര്യങ്ങൾ. എൻ്റെ പെണ്ണ് കാണൽ കഴിഞ്ഞ് നിന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ട് അന്ന് അത് നല്ല രസത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ഓഫ് ആയിപ്പോയി. അതിനുശേഷം എൻ്റെ വീട്ടുകാർ പുറത്തിറങ്ങിയാലും ഞാനോട് ക്ലോസ് ആയിട്ടുള്ള ആര് പുറത്തിറങ്ങിയാലും എന്തായി അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു. കമൻറ്റിൽ അതിനെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഇടാതായപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകൾ പലത് വന്നു തുടങ്ങി. അതിനെക്കുറിച്ചുള്ള പല പല തിയറീസ് വന്നു തുടങ്ങി. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അങ്ങനെ വന്ന് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എല്ലാവരും ചോദിച്ച് എനിക്ക് ഭ്രാന്തായപ്പോൾ ഞാൻ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം എന്ന് തീരുമാനിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു. ഇന്നായിരുന്നു എൻ്റെ കല്യാണം നടക്കേണ്ടതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ വീഡിയോയിൽ ഒരൊറ്റ മനുഷ്യനെ, ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ അതിനകത്ത് ഒരൊറ്റ മനുഷ്യനെ കുത്തിപ്പറയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് ഇറങ്ങിയതിന് ശേഷം ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊന്നുമല്ല ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല അവിടെ എന്താ സംഭവിച്ചത് എന്ന്. അത് പിന്നെ ഒരു കോൺട്രവേഴ്സിയായി പേഴ്സണൽ ലൈഫിന് ആൾക്കാർ ചെകഞ്ഞെടുത്ത് പലരും പറയുന്നത് കേട്ടിട്ട് പല ഇൻസിഡൻറ്റുകളും തന്നെത്താനെ കൂട്ടിയോജിപ്പിച്ച് ഇത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആവുന്നത് എന്ന് വേണ്ട, നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെ ആൾക്കാർ പല രീതിയിൽ ആക്കി നമ്മൾക്കെതിരെ പറയാൻ തുടങ്ങി. അത് ഓടുകൂടി ഞാൻ മനസ്സിലാക്കി, ഇൻ്റർനെറ്റിൽ ഈ സംസാരിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, ജെന്യുവിൻ കൺസേണോട് കൂടി നമ്മളടുത്ത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവർ മാത്രമല്ല, നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളുണ്ടെന്ന്. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചതാണ്, നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പേഴ്സണലായി തന്നെ വെക്കുക. എല്ലാ കാര്യങ്ങളും വന്ന് വിളമ്പാനുള്ള ഒരു സ്ഥലമല്ല സോഷ്യൽ മീഡിയ. കാരണം ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ, എസ്പെഷ്യലി ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യുന്നവർ, അതേപോലെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ല, അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സോഷ്യൽ മീഡിയയാണ്. ജനങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ നമ്മുടെ വീഡിയോസിൽ പലരും ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു കഷണ്ടിയുള്ളൊരു വന്നിട്ട്, ഞാൻ കഷണ്ടി നാട്ടെ പേര് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, ആൾ വീഡിയോസ് ചെയ്യും. അതിലാൾ ഒരു വീഡിയോ പറയണ്ടായി, നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷങ്ങളാണ് നമ്മൾ പുറത്ത് കാണിക്കാറ്. കാറ് മേടിക്കുന്നത്, വീട് മേടിക്കുന്നത്, സ്വർണം മേടിക്കുന്നത്, ട്രിപ്പ് പോകുന്നത്. എന്നാൽ അതിന് പിന്നിലുള്ള നമ്മൾ ഈ ലോൺ എടുക്കുന്നത്, കടക്കാർ വീട്ടിൽ വരുന്നത്, ലോൺ അടക്കാൻ പറ്റാത്തത്, ടെൻഷൻ അടിക്കുന്നത്, പട്ടിണി കിടക്കുന്നത്, ഇതൊന്നും നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടി കാണിക്കാറുള്ളത്. കാരണം നമ്മുടെ നല്ല മുഖങ്ങൾ മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയ കൂടി കാണിക്കുള്ളൂ. എന്നാൽ പലപ്പോഴും യൂട്യൂബ് ചാനലിൽ പലരും വീഡിയോ കാണുമ്പോൾ അവർ അതിൽ അവരെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, അവരെ വീട്ടിലെ ബ്രേക്കപ്പ്, കെട്ടിയവനായിട്ട് തല്ല്, കെട്ടിയവനെ തെറി വിളിക്കൽ, ഇങ്ങനെ പല വിഷയങ്ങളും അവർ സോഷ്യൽ മീഡിയ കൂടി ജനങ്ങളെ അറിയിക്കും. അത് നാളെ ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഒരു സന്തോഷ നിമിഷത്തിൽ, അല്ലെങ്കിൽ അവരുടെ തന്നെ ലൈഫിൽ ഏറ്റവും നല്ല സന്തോഷ മൂമെൻറ്റ് അവർ എൻജോയ് ചെയ്യുമ്പോഴായിരിക്കുള്ളൂ ഈ ചോദ്യങ്ങളും കൂടി ആ വീഡിയോയുടെ അടി വരും. പലപ്പോഴും പലരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഫാമിലി വ്ളോഗ്സ് ആരെടുത്താലും മതി, മല്ലുവിനെ ആയിക്കോട്ടെ ആരെടുത്താലും അതിൽ പലരും ഈ പറയുന്ന അവരുടെ ഈ കാർത്തിക് സൂര്യ പറഞ്ഞ പോലെ തന്നെ അവരുടെ ലൈഫിലെ എല്ലാ മൊമെൻറ്റ്സും അല്ലെങ്കിൽ എല്ലാവരും വിഷമങ്ങളൊക്കെ എന്തിനാണ് നാട്ടുകാരറിയിക്കുന്നത്? നമ്മുടെ സന്തോഷങ്ങൾ കാണാനും അത് ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പകരം നമ്മുടെ സങ്കടങ്ങൾ നമ്മളെ ജെന്യുവനായി ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും, പക്ഷേ സോഷ്യൽ മീഡിയ ആവട്ടെ ഏതൊരു വിഷയം നമ്മുടെ സമൂഹത്തെ തന്നെ എടുത്താൽ പോലും നമ്മുടെ ഉയർച്ചയിൽ, നമ്മളെ സന്തോഷത്തിൽ ഒക്കെ നമ്മളെപ്പോലെ തന്നെ സന്തോഷിക്കാൻ കഴിയുന്നവരൊക്കെ കൂടിക്കന്നെ ഒരു 30% ഉള്ളൂ. ബാക്കി 70% നമ്മളുടെ ഈ സന്തോഷം കാണുമ്പോൾ അസൂയ കാണിക്കുന്നവരാണ്. നമ്മൊന്ന് എവിടെയെങ്കിലും ട്രിപ്പ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് അടിച്ച് പൊളിച്ച് നടന്നു കഴിഞ്ഞാൽ, നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, എന്തിനേറെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാനായിട്ട് ഹോട്ടലിൽ നിൽക്കുന്ന കണ്ടാൽ പോലും അവന് കുത്തിക്കഴപ്പാണ് എന്ന് ചിന്തിക്കുന്ന മെൻറ്റാലിറ്റി ഉള്ളവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്.
അപ്പം അങ്ങനെയുള്ളവരെ മുന്നിൽ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ കാണിച്ച് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ സങ്കടങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ അത് കണ്ടിട്ട് ചിലപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കര സഹതാപം, അയ്യോ മോനെ എന്ത് പറ്റി മോനെ, അയ്യോടാ ദൈവം ഉണ്ടടാ, എല്ലാം ശരിയാവോടാ, എല്ലാം നേടുവോടാ, എല്ലാം കിട്ടുവോടാ എന്നൊക്കെയുള്ള സങ്കടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചാൽ പോലും മനസ്സിൽ അവർ നായിൻ്റെ പോലെ അവനക്ക് അങ്ങനെ തന്നെ വേണം, അവൻ്റെ അഹങ്കാരം കണ്ടില്ല എന്നൊരു മെൻറ്റാലിറ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ പരമാവധി നമ്മുടെ നല്ല ഫീലിങ്സുകൾ പുറത്തു വിട്ടോ. പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ഈ പറയുന്ന ലൈഫിനെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ കാണിക്കാത്തതാണ് പല ബന്ധങ്ങളും പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാർത്തിക് സൂര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി ഉണ്ടാകും കൂടി ഒന്ന് കേട്ടോ നോക്കാം. സോഷ്യൽ മീഡിയ കാരണം എനിക്കറിയാം ഗൈസ്, ഒരുപാട് ആൾക്കാർ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ആ പോസിറ്റീവ് മെസ്സേജുകളുടെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവും വരുന്നുണ്ട്. അപ്പോൾ എന്തിനാ നമ്മുടെ ലൈഫിൽ നടക്കുന്ന അങ്ങനെയുള്ള ഇൻറ്റിമേറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തത്. ഇപ്പോൾ ഫ്രണ്ട്സുമായി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ഈ വ്ളോഗ് തുടങ്ങാൻ നേരം എനിക്ക് പ്രായം 24. അന്ന് ഞാനും എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും ഒരു പണിയുമില്ല, ഞങ്ങൾ വെറുതെ വായി നോക്കി നടക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് 31 വയസ്സ് പൂർത്തിയായ 32 പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ക്യാരക്ടർ, ഒരുപാട് പേഴ്സണാലിറ്റി, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ്, ആൾക്കാർ, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ചേഞ്ച് ആവും ഗൈസ്. അപ്പോൾ ഓൺ ആൻ എവർ ഗോയിങ് ജേണി ഞാൻ പല കാര്യങ്ങളെയും നോക്കിക്കണ്ടിരുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഞാനെടുത്ത ഡിസിഷൻസ് അത് ശരിയല്ലായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഐ കുഡ് ഹാവ് ഡൺ ബെറ്റർ, ഐ കുഡ് ഹാവ് ഡൺ മോർ, ഐ കുഡ് ഹാവ് ടോക്ക്ഡ് ബെറ്റർ, ഐ കുഡ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് മോർ എന്നൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് അതൊന്നും കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പോ ഒന്നും അല്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ ആരും പെർഫെക്റ്റ് അല്ല ഗൈസ്. എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ഇന്ന് വരെ വിഷമിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഗൈസ്. അന്നുമില്ല ഇന്നുമില്ല. ഒരുപാട് ചെറിയ കാര്യങ്ങൾ ഓവർ സ്പാൻ ഓഫ് എ ലോങ് ടൈം എല്ലാം കൂടെ ഒരു വലിയ ഇതായിട്ട് അത് അവസാനം ആയപ്പോഴാണ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞത്. സോ ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചുള്ള വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്തു. അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അവരെല്ലാവരും നല്ല രീതിയിൽ അവരുടേതായ രീതിയിൽ വളർന്നു വരണം എന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞാൻ അതുപോലെ എൻ്റേതായ റൂട്ടിൽ പോയി എൻ്റേതായ രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ എത്രത്തോളം ഇനിയുള്ള ഡ്രീംസ് എനിക്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള റൂട്ടിലൂടെ ഞാനും സഞ്ചരിക്കുന്നതായിരിക്കും. സോ ഇനി പഴയതുപോലത്തെ എല്ലാവരും കൂടെ ഉള്ള വീഡിയോസ് കാണില്ല. ഇനി ഓരോ ഇൻസിഡൻ്റ് ആയിട്ട് എടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് ചകഞ്ഞ് ഇതാണ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹോൾ ലോട്ട് ഓഫ് ബാഡ് ഡിസിഷൻസ് ആൻഡ് ബാഡ് പെർസെപ്ഷൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല എല്ലാവരും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗൈസ്, ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം, കമ്മ്യൂണിക്കേഷൻ ഈസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ലൈഫിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഹാർഡായിരിക്കും, ബട്ട് സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൾക്കാരുമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു മുന്നേറി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ല. അതാണ് എന്നെ ലൈഫ് പഠിപ്പിച്ചത്. സോ മതി ഗൈസ്, ഇനി നമുക്ക് മൂവ് ഓൺ ആവാം. എനിക്കറിയാം ഒരുപാട് പേര് കേട്ടില്ലേ, ഇത്ര തന്നെ ഉള്ളൂ. ലൈഫിൽ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നടക്കും. ഇപ്പോൾ കാർത്തിക് സൂര്യ പറഞ്ഞ പോലെ തന്നെ 10 വർഷത്തിനുള്ളിലെ ഗ്യാപ്പിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ തെരപര നടക്കുന്ന സമയത്ത് തുടങ്ങിയൊരു വ്ളോഗ് ഇന്ന് ഈ കാർത്തിക് സൂര്യ 2.2 മില്യണോളം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. അത്ര ആൾക്കാരെത്തി, സെലിബ്രിറ്റി ആയി, ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും വന്നു. അതിനിടയിൽ ചില പ്രശ്നങ്ങൾ വന്നു. ഈ പറഞ്ഞ ബ്രോഡ്കാസ്റ്റ് ഒക്കെ നിന്ന് പോയതിന് കാരണങ്ങൾ ഒരുപാട് വിഷയങ്ങളായി ഇതിനിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വെഡ്ഡിങ്, അതായത് ഒരു വെഡ്ഡിങ് പോലും ഇല്ലാതെ എന്ന് വെച്ചാൽ ബ്രേക്ക് ആയതിനും കാരണങ്ങളും ഇതിനിടയിൽ വന്നേക്കണ കുറേ കാരണങ്ങൾ തന്നെയായിട്ട് തന്നെ ഇതിനു മുമ്പുള്ള ചില വീഡിയോസുകളെയും പിന്നെ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് വന്ന് പറയുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടായി. എൻ്റെ ചാനലിൽ തന്നെ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഒരുപാട് പേരുണ്ടാവും. പല വിഷയങ്ങൾ നമ്മൾ പറയാതെ പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നാളെ പറയാം, പിന്നെ പറയാം, ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി പിന്നീട് സംസാരിക്കാം, റെഡി ആവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തള്ളി നീക്കി വെക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ വിഷയം ചിലപ്പോൾ ഒരു സോറിയിൽ കഴിയുന്ന കാര്യങ്ങളായിരിക്കാം.
അത് നാളെ മറ്റാന്നെന്ന് വെച്ച് നീട്ടിപ്പോകും തോറും അതിന് ഡെത്ത് കൂടിക്കൊണ്ടിരിക്കുള്ളൂ. പിന്നീട് നമ്മൾ എത്രത്തോളം സോറി പറഞ്ഞാലോ അല്ലെങ്കിൽ എത്രത്തോളം വിശദീകരിക്കാൻ നിന്നാലും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അപ്പോൾ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട്. നമുക്ക് ഏതൊരു വിഷയത്തിൽ ആ സമയത്ത് കിട്ടേണ്ട ആൻസർ ഉണ്ട്. ഇപ്പം നമുക്ക് വിശക്കുന്ന സമയത്ത്, ദാഹിക്കുന്ന സമയത്തല്ല നമുക്ക് വെള്ളവും ഭക്ഷണവും വേണ്ട. വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളവും ഭക്ഷണവും കൊണ്ട് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ ഏതൊരു വിഷയവും ആ വിഷയം നടക്കേണ്ട സമയത്ത് നടക്കണം. അല്ലാതെ പിന്നീട് അതിന് ഒരു പ്രശസ്തി ഇല്ലാത്ത സമയത്ത് അത് നടന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതേപോലെ തന്നെ ഇത് പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല ബന്ധങ്ങൾ പലയിടത്തും പലതും വെച്ച് ചിതറിപ്പോവും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ചിതലരിച്ച ചില ഓർമ്മകൾ, ചിതലരിച്ച ചില ബന്ധങ്ങൾ അത് അങ്ങനെ പോയിന്ന് കരുതാം. ഈ പറഞ്ഞ പോലെ തന്നെ മൂവ് ഓൺ. ലൈഫാണ്. ഇതിനും നല്ലത് ചിലപ്പോൾ അതിനു വേണ്ടി കരുതി വെച്ചതായിരിക്കാം ഈ ഒരു നിമിഷം. ആ ഒരു നിമിഷത്തെ നോക്കി പറക്കുക, പാറി. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത വിഷയവുമായിട്ട് കാണാം. ബൈ.